ഒരു മട്ടാഞ്ചേരി വിശേഷം കേട്ടാലോ? ന്യൂ ഇയർ ഒക്കെ അല്ലേ. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് നിക്കാഹിന് വേണ്ടി പോയതാണ് മട്ടാഞ്ചേരി. നല്ല ബട്ടർ ബിരിയാണിയൊക്കെ അടിച്ച് സെറ്റായി ഞങ്ങൾ ജൂയിഷ് ടൗൺ കാണാനായിട്ട് ഇറങ്ങി. മട്ടാഞ്ചേരിയിൽ നല്ല അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജൂയിഷ് സ്ട്രീറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഉരു എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ഹെറിറ്റേജിലേട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂയിഷ് സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. അവിടുത്തെ കുറേ ആർട്ട് വർക്കും കൾച്ചറൽ കാര്യങ്ങളിലൊക്കെ ഒന്ന് പോയി. പിന്നെ വിസിറ്റ് ചെയ്തത് പോലീസ് മ്യൂസിയം ആയിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ സ്ട്രീറ്റ് എഗെയിൻ തെണ്ടാൻ വേണ്ടി ഇറങ്ങി. സ്ട്രീറ്റിൽ കൂടെ നടന്ന് കുറേ മാലയും കമ്മലും ഒക്കെ കണ്ട് ഭയങ്കര കളർഫുള്ളായിരുന്നു. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ. കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ബിനാലയുടെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു, അത് കാണാൻ കയറി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ജൂയിഷ് സിനഗോഗ് കാണാനാണ്. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം ജൂയിഷ് ഹോളിഡേ ആയതുകൊണ്ട് സിനഗോഗ് ഓപ്പൺ ആയിരുന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്ക് റീഡറാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബുക്കൊക്കെ നോക്കാൻ പോയി. അതിന് ശേഷം ഞങ്ങളൊരു ജൂയിഷ് വാക്ക് വേയിലൂടെ നടന്നു. പിന്നെ നമുക്ക് വാട്ടർ മെട്രോയും നോർമൽ വാട്ടർ ട്രാൻസ്പോർട്ടും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യാം. കാരണം ഞങ്ങൾ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പോയത് മട്ടാഞ്ചേരി ഫോർട്ടാണ്. നമ്മുടെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്ത കുറേ പല്ലക്കും ആയുധങ്ങളും ആട്ടുതൊട്ടിലും അതൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഫോർട്ട് അല്ലെങ്കിൽ പാലസിലോട്ടാണ് ഞങ്ങൾ പോയത് ലാസ്റ്റ്. അവിടുന്ന് പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ കാറാണ് പോയത്. പക്ഷെ അത് അന്നത്തെ ദിവസം ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും ആയിരുന്നു. അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവർ വാട്ടർ മെട്രോ യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്.